അഷറഫ് വി നെടിയനാടിൻ്റെ പ്രണയത്തിനും മരണത്തിനുമിടയിൽ ഒരു മരം എന്ന നോവലിലെ 11-ാമത്തെ അധ്യായം മരണം എൻ്റെ പേരിലേക്ക് വരുമ്പോൾ. അധ്യായം 11 മരണം എൻ്റെ പേരിലേക്ക് വരുമ്പോൾ. പിറകിൽ നിന്നൊരു ശബ്ദം. അവൾ തല തിരിച്ചില്ല. മരവിച്ചു പോയ ആ കാറ്റിനെ പോലെ അവളുടെ പേരിൽ മരണം വിളിച്ചു. സെൽമ. അത് സ്വപ്നമല്ല, വാസ്തവം. കറുത്തതും മരവിപ്പ് തരുന്നതുമായ ഒരു കൈ നീട്ടുമ്പോൾ കണ്ണുകൾ അടച്ചു പോകുന്നു. അപ്പോൾ പോലും അടക്കി വയ്ക്കാൻ കഴിയാത്തൊരു ശബ്ദം പോലെ, ദഹനശേഷം ദാഹം പോലെ. അതെ, മുസ്തഫയുടെ കുറിപ്പുകൾ വായിച്ചു കഴിയുമ്പോഴൊക്കെ സൽമയുടെ ഉള്ളിൽ ഒരു വിചിത്ര ദാഹം പിറവിയെടുത്തു. മരണം നോക്കി നിന്നവൾ ഇപ്പോൾ അതുമായി സംവദിക്കാൻ തയ്യാറാവുകയാണ്. അവൾ ആത്മാർത്ഥമായി ആലോചിച്ചു. മരണം എന്നെ പുകച്ചെടുത്താൽ എനിക്കുള്ളത് അതിനു വേണ്ടിയാവില്ല. പക്ഷേ ഞാൻ മരണത്തെയും വെറുപ്പില്ലാതെ നോക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതുതന്നെ ഭയപ്പെടുത്തുന്നു എങ്കിലും. ആ രാത്രിയിൽ ഹൈദർ സൽമയ്ക്ക് മുന്നിൽ ഒരു കുറിപ്പ് വെച്ചു. ഇത് വായിക്കേണ്ടത് നീയല്ല, പക്ഷേ മരണമെന്നത് നിന്റെ പേരിലേക്ക് തന്നെ വരുമ്പോൾ ഇതിൻ്റെ വാക്കുകൾ നീ ഓർക്കണം. മുസ്തഫ എഴുതിയ ഒടുവിലെ കുറിപ്പായിരുന്നു അത്. എൻ്റെ മരണം ഞാൻ കണ്ടത് കണ്ണുകൾ തുറന്ന്. അത് കറുപ്പായിരുന്നില്ല. നീയുണ്ടായിരുന്നതുകൊണ്ട് അതിൻ്റെ നിറം നീലമാവുകയായിരുന്നു. സെൽമ, ഞാൻ ശക്തനാകാൻ എത്ര ശ്രമിച്ചാലും നിനക്കെന്നിലെ അടഞ്ഞിരുന്ന ദ്വാരങ്ങൾ തുറക്കാനാവില്ല. അതുകൊണ്ടാണ് ഞാൻ മരിച്ചത്. നിന്റെ പേരിൽ മരണം വന്നാൽ അതിനെ അതിൻ്റെ പേരിൽ വിളിക്കാതിരിക്കുക, മറിച്ച് എൻ്റെ പേരിൽ വിളിക്കുക. അതൊരു പുനർജന്മമാകട്ടെ. മുസ്തഫയുടെ ആ കുറിപ്പുകളിൽ അവളുടെ ആത്മാവിനെ ബന്ധിച്ചിരുന്നതായി അവൾക്ക് അനുഭവപ്പെട്ടു. സൽമ കുഴഞ്ഞു വീണില്ല. അവൾ കരയുന്നില്ല. പക്ഷേ ആ വാക്കുകൾ ആഴമുള്ളതാവുകയാണ്. വാക്കുകളിൽ വീണു കിടന്നാൽ നീ ഇനിയും എഴുന്നേൽക്കില്ല. മരണം എൻ്റെ പേരിൽ വരുമ്പോൾ ഞാൻ ചിരിക്കണം. കാരണം അവൻ എന്നിൽ ജീവിച്ചിരുന്നതിൻ്റെ തെളിവാണത്. അവൾ ആ കുറിപ്പെടുത്ത് ദേവദാരുവിൻ്റെ വേരിന് കീഴിൽ വെച്ചു. അവളൊരു ജപം എന്ന പോലെ പറഞ്ഞു, ഇനി എന്നിലില്ലാത്തവൻ എന്നിൽ നിന്ന് തന്നെ മടങ്ങട്ടെ. അന്നത്തെ രാവിലെ ഗുരു ദൂരെ നിൽക്കുമ്പോൾ അവളെ നോക്കി ചോദിച്ചു, നിനക്കിനി ഭയമില്ലേ? ഇല്ല ഗുരുവേ, ഞാൻ മരിക്കേണ്ടത് അവനുമായി ചേർന്നുകൊണ്ടായിരുന്നു. അത് കഴിഞ്ഞു. പക്ഷേ അതിൻ്റെ പിറകിൽ എന്താണ്? ഒരു വെള്ളിയിഴ പോലെ, പുത്തൻ കനലുകൾ പോലെ ആത്മാവിൻ്റെ പുനരുദ്ധാനം. സൽമ കാട്ടിലൂടെ നടന്നു. ഹൈദർ പിന്നിലും. ദേവദാരുവിൻ്റെ മുകളിൽ ഒരു കിളി. മുസ്തഫയുടെ കുറിപ്പുകൾക്ക് സമാനമായ സ്വരം. ചിലപ്പോൾ അത് വാക്കുകൾ പോലെ തോന്നുന്നു. ഞാൻ പോയതല്ല, നീ വന്ന വഴി ഞാൻ തിരിച്ചു നടക്കുകയാണ്. അവൾ കാറ്റിൽ മുടിയഴിച്ചുകൊണ്ട് നിസ്സംഗമായി പറഞ്ഞു, മരണം എൻ്റെ പേരിൽ വരുമ്പോൾ അത് വേണം എനിക്ക്. സെൽമയുടെ ഉള്ളിൽ നിന്ന് ഒരു തീപ്പൊരി പുറത്തു വന്നിരിക്കുന്നു. ഭീതിയുടെ ചതുരക്കളരിപ്പാടത്തിൽ നിന്ന് പിറവിയായ ആത്മാവിൻ്റെ ഒരു നാൾ. ഇനി അവളെ വേദന തളിർക്കില്ല. പക്ഷേ ഹൈദറുമായി സഞ്ചരിക്കേണ്ടിയിരിക്കുന്ന വഴികൾ പൂർണ്ണമായി തുറന്നിട്ടില്ല. അഷറഫ് വി നെടിയനാടിൻ്റെ പ്രണയത്തിനും മരണത്തിനുമിടയിൽ ഒരു മരം എന്ന നോവലിലെ മരണം എൻ്റെ പേരിലേക്ക് വരുമ്പോൾ എന്ന 11-ാമത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നന്ദി.